നന്ദൻകോട് കൂട്ടക്കൊല കേസിൽ പ്രതി കേതൽ ജിൻസൺ രാജ കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. അപൂർവങ്ങളിൽ അപൂർവമെന്ന് വിശേഷിപ്പിക്കാവുന്ന സീരിയൽ കൊലപാതകങ്ങളാണ് പ്രതി ചെയ്തു കൂട്ടിയത്. നന്ദൻകോട് ബെയിൻസ് കോമ്പൗണ്ടിൽ താമസിച്ചിരുന്ന അച്ഛനും റിട്ടയർഡ് പ്രൊഫസറുമായിരുന്ന രാജ തങ്കം, അമ്മ ഡോക്ടർ ജീൻ പത്മം, സഹോദരി കാരോൾ, അന്ധയായ ആൻറ്റി ലളിത ജീൻ എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലാണ് ശിക്ഷ. 2017 ഏപ്രിൽ 5-നാണ് നന്ദൻകോടുള്ള വീട്ടിനുള്ളിൽ വെച്ച് കേരളത്തിൽ നടക്കിയ കൊലപാതകം കൂട്ടക്കൊലപാതകം അരങ്ങേറിയത്. കേസിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്ത് തുടരന്വേഷണം അന്നത്തെ കണ്ടോൺമെൻറ് എസിയും ഇപ്പോൾ കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവിയുമായ കെ ബൈജു IPS നൽകി. അദ്ദേഹമാണ് കേസ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചത്. അമ്മ ജീൻ പത്മത്തെയാണ് കേതൽ ആദ്യം കൊലപ്പെടുത്തിയത്. താൻ നിർമ്മിച്ച വീഡിയോ ഗെയിം കാണിക്കാനെന്ന വ്യാജന അമ്മയെ മുകളിലത്തെ കിടപ്പുമുറിലെത്തിച്ച് കസലിരുത്തി മഴുകൊണ്ട് തലയ്ക്ക് വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു. പിന്നീട് ഒന്നും സംഭവിക്കാതെ താഴെത്തിയ പ്രതി വൈകിട്ടോടെ അച്ഛൻ രാജതങ്കത്തെയും സഹോദരി കാരോളിനെയും അമ്മയെ കൊന്നതുപോലെ തലയ്ക്ക് പിന്നിൽ വെട്ടി കൊലപ്പെടുത്തി. ഈ മൃതദേഹങ്ങളും വീട്ടിൽ തന്നെ ഒളിപ്പിച്ചു. വീട്ടിലുണ്ടായിരുന്ന ആൻറ്റി ലളിതയും ജോലിക്കാരിയും ചോദിച്ചപ്പോൾ അവർ കന്യാകുമാരിയിൽ പോയിരിക്കുകയായിരുന്നു എന്നാണ് മറുപടി. അടുത്ത ദിവസം രാത്രിയാണ് കേതൽ തൻ്റെ ആൻറ്റി ലളിതയെ കൊലപ്പെടുത്തിയത്. അമ്മ ലാൻഡ് ഫോണിൽ വിളിക്കുന്നു എന്ന് കള്ളം പറഞ്ഞ് മുകളിലത്തെ കിടപ്പൂരിൽ എത്തിച്ചേർന്നു കൊല. മറ്റ് കൊലകൾക്ക് ഉപയോഗിച്ച മഴ ഉപയോഗിച്ച് അതേ മാതൃകയിൽ വെട്ടിക്കൊന്ന ശേഷം മൃതദേഹം പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് ഒളിപ്പിക്കുകയായിരുന്നു. കൊലകൾ നടത്തിയതിൻ്റെ അടുത്ത ദിവസം മൃതദേഹങ്ങൾ കത്തിക്കാൻ ഇയാൾ ശ്രമം നടത്തി. ഇതിൽ ഇയാൾക്ക് നിസ്സാരമായ പൊള്ളലുമേറ്റു. അടുത്ത ദിവസം രാത്രി മൃതദേഹങ്ങൾ വീണ്ടും കൂട്ടിയിട്ട് കത്തിക്കാൻ കേടൽ നടത്തിയ ശ്രമമാണ് കൊലപാതക വിവരം പുറത്തറിയാൻ കാരണം. തീ ആളിപ്പടരുന്ന കണ്ട് നാട്ടുകാർ അഗ്നിരക്ഷാസേനയെ അറിയിച്ചതോടെ അവരെത്തി തീയണയ്ക്കുകയും മൃതദേഹങ്ങൾ കണ്ടെത്തുകയുമായിരുന്നു. തീ നിയന്ത്രണാധീനമായതോടെ സ്ഥലം വിട്ട പ്രതി തമിഴ്നാട്ടിലേക്ക് മുങ്ങുകയായിരുന്നു. പിന്നീട് തിരുവനന്തപുരത്തേക്ക് തിരിച്ചു വരുന്ന വഴി പോലീസിൻ്റെ പിടിയിലാകുകയായിരുന്നു. മ്യൂസിയം CIയും ഇപ്പോൾ സൈബർ സിറ്റി അസിസ്റ്റന്റ് കമ്മീഷണറുമായ KJ ദിനിലായിരുന്നു ആദ്യം കേസ് അന്വേഷിച്ചത്. കേസിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്താണ് കെ ബൈജു IPSനെ ചുമതല ഏൽപ്പിച്ചതും. വീട്ടിലെ സാഹചര്യങ്ങളാണ് തന്നെ കൊലയ്ക്ക് പ്രേരിപ്പിച്ചതെന്നാണ് പ്രതിയുടെ മൊഴി. വളരെ നാളുകളായുള്ള ആസൂത്രണത്തിന് ശേഷമാണ് പ്രതി കുറ്റകൃത്യം നടത്തിയതെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി. മഴ വാങ്ങിയത് ഓൺലൈനിലായിരുന്നു. യൂട്യൂബിലൂടെ കൃത്യം നടത്തുന്ന വിധം പല തവണ ആവർത്തിച്ച് പഠിച്ച പ്രതി മനുഷ്യ ശരീരത്തിന് ഡമ്മി ഉണ്ടാക്കി അത് പരിശീലിക്കുകയും ചെയ്തു. 65 ദിവസം നീണ്ടുന്ന വിചാരണയ്ക്കിടെ 42 സാക്ഷികളെ വിസ്തരിച്ചു. ശാസ്ത്രീയ തെളിവുകൾ ഉൾപ്പെടെ 120ഓളം രേഖകളും 90ഓളം തൊണ്ടിമുതലുകളും പ്രോസിക്യൂഷൻ ഹാജരാക്കി. ദൃക്സാക്ഷികൾ ഇല്ലാതിരുന്ന കേസിൽ ശാസ്ത്രീയ തെളിവുകൾ മാത്രമാണ് അന്വേഷണ സംഘം ആശ്രയിച്ചത്. മഴുവിന് ആളുകളെ വെട്ടിക്കൊല്ലുന്ന ദൃശ്യങ്ങൾ യൂട്യൂബിൽ കണ്ടതും മഴു ഓൺലൈനിൽ വാങ്ങിയതും പ്രധാന തെളിവായി. ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.